नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 85. സുഭദ്രാഹരണവും ഭഗവാന്റെ ശ്രുതദേവ സന്ദർശനവും. പേജ് നമ്പർ 847. പ്രിയപ്പെട്ട ഭഗവാനെ, കൃഷ്ണാവബോധത്തിൽ വ്യാപരിക്കാനായി സർവവും ഉപേക്ഷിക്കുന്നവന് ആ നിഷ്കളങ്കമായ സേവനത്തിനു പകരമായി ചിലപ്പോൾ അങ്ങയെ തന്നെ അങ്ങു നൽകുന്നു. അത്രയ്ക്കു ദയാലുവും ഉദാരനുമാണങ്ങെന്നു ഞങ്ങൾക്കറിയാം. ഐഹിക ജീവിതത്തിൻ്റെ പാപകർമ്മങ്ങളിൽപ്പെട്ടു നശിച്ചുകൊണ്ടിരിക്കുന്ന ബദ്ധാത്മാക്കളെ വീണ്ടെടുക്കുക എന്ന അങ്ങയുടെ ദൗത്യം നിറവേറ്റാനായിട്ടാണ് അങ്ങ് യദുവംശത്തിൽ അവതരിച്ചിരിക്കുന്നത്. ഈ അവതാരം ലോകമെങ്ങും പ്രസിദ്ധമായി കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട ഭഗവാനെ, പ്രേമം, വാത്സല്യം, കാരുണ്യം എന്നിവയുടെ പാരാവാരമാണ് അവിടുന്ന്. അവിടുത്തെ അതീന്ദ്രിയ രൂപം ചിദാനന്ദപൂർണവും സനാതനവുമാണ്. ശ്യാമസുന്ദരൻ്റെ കൃഷ്ണൻ്റെ സുന്ദര രൂപത്തിൽ അങ്ങയ്ക്കു എല്ലാവരുടെയും ഹൃദയം കവരാൻ കഴിയും. അപരിമേയമാണ് അവിടുത്തെ ജ്ഞാനം. ഭക്തിയുത സേവനത്തിൽ വ്യാപൃതരാകേണ്ടതെങ്ങനെയെന്നു ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവിടുത്തെ അവതാരമായ നരനാരായണനെ അയച്ചിരിക്കുന്നത്. അദ്ദേഹം ബദരീ നാരായണത്തിൽ കഠിനമായ തപോനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ അവിടുത്തെ പാദപദ്മങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്ന വിനീതമായ പ്രണാമങ്ങൾ സ്വീകരിച്ചാലും. പ്രിയപ്പെട്ട ഭഗവാനെ, പ്രസിദ്ധമായ നിമി രാജാവിൻ്റെ ഈ വംശം അവിടുത്തെ പാദപാംസുക്കളാൽ പവിത്രീകരിക്കപ്പെടാനായി അവിടുന്നും ഒപ്പമുള്ള മഹർഷിമാരും ബ്രാഹ്മണരും ഏതാനും ദിവസമെങ്കിലും എൻ്റെ ഗൃഹത്തിൽ പാർക്കണമെന്നു ഞാൻ വിനയത്തോടെ അപേക്ഷിക്കുന്നു. ഭഗവാൻ കൃഷ്ണന് ഭക്തൻ്റെ അപേക്ഷ നിരസിക്കാനാവില്ല. അതിനാൽ മിഥിലാപുരിയെയും അവിടുത്തെ ജനങ്ങളെയും പവിത്രീകരിക്കാനായി മഹർഷിമാരോടൊത്ത് അദ്ദേഹം കുറച്ചു ദിവസം അവിടെ പാർത്തു. ഇതേ നിമിഷങ്ങളിൽ തന്നെ ബ്രാഹ്മണനും കൃഷ്ണനെയും പരിവാരങ്ങളെയും സ്വഗൃഹത്തിൽ സ്വീകരിച്ചാദരിക്കുകയായിരുന്നു. അതിനവസരം ലഭിച്ചതിൽ അദ്ദേഹത്തിന് അതീന്ദ്രിയാനന്ദം കൊണ്ടു വീർപ്പുമുട്ടി. അതിഥികൾക്കു സുഖമായ ഇരിപ്പിടങ്ങൾ നൽകി അവരെ ഉപവിഷ്ടരാക്കിയ ശേഷം ബ്രാഹ്മണൻ തൻ്റെ അംഗവസ്ത്രം എറിഞ്ഞുകളഞ്ഞു നൃത്തം ചെയ്യാൻ തുടങ്ങി. ശ്രുതദേവൻ സമ്പന്നനായിരുന്നില്ല. അതിനാൽ
വിശിഷ്ടാതിഥികൾക്കു ഇരിക്കാൻ പായും മരപ്പലകകളും വൈക്കോൽ പിരിയും മറ്റും മാത്രമേ നൽകാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആവുന്നത്ര ഭംഗിയായി അദ്ദേഹം അവരെ സ്വീകരിച്ചു. ഭഗവാനെയും മഹർഷിമാരെയും സ്തുതിച്ചു തുടങ്ങി. തുടർന്നു ഭാര്യയോടൊപ്പം ഓരോ അതിഥിയുടെയും കാൽ കഴുകിച്ചു. ആ ജലം കുടുംബാംഗങ്ങളുടെ തലയിൽ തളിച്ചു. പരമദരിദ്രനാണെങ്കിലും ബ്രാഹ്മണൻ ആ അവസരത്തിൽ ഏറ്റവും ഭാഗ്യവാനായിരുന്നു. ഭഗവാൻ കൃഷ്ണനെയും പരിവാരങ്ങളെയും സ്വീകരിച്ചാദരിക്കുമ്പോൾ അതീന്ദ്രിയാനന്ദത്താൽ അദ്ദേഹം സ്വയം മറന്നുപോയി. സ്വീകരണത്തിനു ശേഷം പഴങ്ങൾ, ധൂപം, സുഗന്ധജലം, തുളസീദളം, കുശപ്പുല്ല്, താമരപ്പൂവ് തുടങ്ങിയവ ഭഗവാനും മഹർഷിമാർക്കും സമർപ്പിച്ചു. അവയൊന്നും വിലപിടിച്ച സാധനങ്ങളായിരുന്നില്ല. എളുപ്പം ശേഖരിക്കാവുന്നതേയുള്ളൂ. എങ്കിലും ഭക്തി നിർഭരമായ സ്നേഹത്തോടെ സമർപ്പിക്കപ്പെട്ടതിനാൽ ഭഗവാൻ കൃഷ്ണനും പരിവാരങ്ങളും അതു സന്തോഷപൂർവം സ്വീകരിച്ചു. ചോറും പരിപ്പും മാത്രമടങ്ങുന്ന വളരെ ലളിതമായ ഭക്ഷണമാണു ബ്രാഹ്മണന്റെ ഭാര്യ തയ്യാറാക്കിയിരുന്നത്. എങ്കിലും അതു സമർപ്പിച്ചതു ഭക്തിപൂർവമായിരുന്നതിനാൽ അതിഥികൾ അവയും അത്യന്തം സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇപ്രകാരം ഭഗവാൻ കൃഷ്ണനും ഒപ്പമുള്ളവർക്കും ഭക്ഷണം നൽകുന്നതിനിടയിൽ ബ്രാഹ്മണൻ ചിന്തിച്ചു, ഞാൻ ഗൃഹസ്ഥ ജീവിതത്തിൻ്റെ അന്ധകൂപത്തിൽ പതിച്ചുപോയി. അങ്ങേയറ്റം നിർഭാഗ്യവാനാണു ഞാൻ. പരമപുരുഷനായ ഭഗവാൻ കൃഷ്ണന്റെയും അദ്ദേഹത്തിൻ്റെ സംബന്ധികളായ മഹർഷിമാരുടെയും കേവലം സാന്നിധ്യം മാത്രം മതി ഒരു സ്ഥലം തീർത്ഥാടന കേന്ദ്രം പോലെ പവിത്രമായി തീരാൻ. അങ്ങനെയുള്ളവർ എൻ്റെ ഗൃഹത്തിൽ വരാമെന്നു സമ്മതിച്ചതെങ്ങനെ? ബ്രാഹ്മണന്റെ ചിന്തയ്ക്കിടയിൽ അതിഥികൾ ഭക്ഷണം പൂർത്തിയാക്കി. അപ്പോൾ ശ്രുതദേവ ബ്രാഹ്മണനും പത്നിയും മക്കളും മറ്റു ബന്ധുക്കളും വിശിഷ്ടാതിഥികളെ സേവിക്കാൻ അവിടെ എത്തി. ഭഗവാൻ കൃഷ്ണന്റെ പാദപദ്മങ്ങൾ സ്പർശിച്ചുകൊണ്ട് ബ്രാഹ്മണൻ പറഞ്ഞു തുടങ്ങി, പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങ് സർവശ്രേഷ്ഠനാണ്, പുരുഷോത്തമനാണ്. പ്രത്യക്ഷവും അപ്രത്യക്ഷവുമായ ഭൗതിക പ്രപഞ്ചത്തിൽ അതീന്ദ്രിയമായി അങ്ങ് നിലകൊള്ളുന്നു. ഭൗതിക ലോകത്തിൻ്റെയോ ബദ്ധാത്മാക്കളുടെയോ പ്രവർത്തനങ്ങൾക്കൊന്നിനും അങ്ങയുടെ സ്ഥിതിയുമായി ബന്ധമൊന്നുമില്ല. ഇന്നു മാത്രമല്ല അങ്ങ് എനിക്കു ചെവി തരുന്നതെന്ന കാര്യം ഞാൻ വിലമതിക്കുന്നു. സൃഷ്ടിയുടെ ആദ്യനാൾ മുതൽ പരമാത്മരൂപത്തിൽ അങ്ങ് സകല ജീവാത്മാക്കളുമായും ബന്ധപ്പെടുന്നുണ്ട്. ബ്രാഹ്മണന്റെ വാക്കുകൾ പ്രബോധനാത്മകമാണ്. സർവേശ്വരനായ പരമപുരുഷൻ പരമാത്മരൂപത്തിൽ മഹാവിഷ്ണുവായും പ്രപഞ്ചത്തിൽ പ്രവേശിച്ചുവെന്നും തികഞ്ഞ സൗഹൃദഭാവത്തിൽ ബദ്ധാത്മാവിനോടൊപ്പം ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്നുവെന്നുമുള്ളത് ഒരു വസ്തുതയാണ്. അതിനാൽ ആദ്യം മുതൽ തന്നെ ഓരോ ജീവാത്മാവിനോടൊപ്പവും ഭഗവാനുണ്ട്. എന്നാൽ ജീവിതത്തെക്കുറിച്ചുള്ള തെറ്റായ ബോധം മൂലം ജീവാത്മാക്കൾ അതറിയുന്നില്ല. അയാളുടെ ബോധം കൃഷ്ണാവബോധമായി മാറുമ്പോൾ ഭൗതികമായ നൂലാമാലകളിൽ നിന്നു പുറത്തു കടക്കാൻ എങ്ങനെയാണോ ബദ്ധാത്മാക്കളെ സഹായിക്കുന്നതെന്ന് വളരെ പെട്ടെന്ന് അവനു മനസ്സിലാകും. ഹരേ കൃഷ്ണ.